എനിക്കറിയാവുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡയബറ്റിക് ഈസ് എ ഡേഞ്ചർ ഇഷ്യൂ. അതെ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഡയബറ്റിക് എന്നുള്ളത്, പ്രമേഹം എന്നുള്ളത്. നമ്മൾ ഷുഗർ എന്നും ഒക്കെ പറയാറുണ്ടല്ലേ. അപ്പം ഈ ഒരു അവസ്ഥ നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാവുന്നത് പോലെ തന്നെ നമുക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു അവസ്ഥ മാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ചിലപ്പം പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളുണ്ട്. എന്നുവെച്ചാൽ വരുന്ന ഒരു 5-10 വർഷങ്ങൾക്കുള്ളിൽ അവരും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ട് മാറുന്നുണ്ടാവും. ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് കാണുന്ന പല മരുന്നുകളെയും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ അധികമാകുന്ന സമയത്ത് നമ്മൾ ഇൻസുലിൻ യൂസ് ചെയ്യേണ്ടത് ആയിട്ടൊക്കെ വരാറുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഏതുവരെ നമ്മൾ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നുവരെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മരണം വരെ മരിക്കുന്നതെന്നാണോ അന്ന് വരെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ട് കാരണമായി തീരും. സൈഡ് എഫക്റ്റുകൾ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല മരുന്നുകൾക്കുമുള്ള സൈഡ് എഫക്റ്റുകൾ അതിഭീകരമാണ്. ചിലപ്പോൾ നമ്മൾ കേട്ടാൽ പോലും ഞെട്ടിപ്പോകും. ഒരു 3-4 അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഏതൊരു മരുന്നാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണമായി തീരും. ചിലപ്പോൾ അത് കിഡ്നിയെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കണ്ണിൻ്റെ കാഴ്ചശക്തി അല്ലെങ്കിൽ ഓർമ്മശക്തി, നമ്മുടെ മെമ്മറി ലോസ് സംഭവിക്കാം. ഇത്തരത്തിൽ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഇന്ന് നമ്മൾ നേരിടുന്ന ഈ ഒരു രോഗാവസ്ഥയ്ക്കുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ടാവും. മറ്റു പല അസുഖങ്ങളെയും നമ്മളെ വിളിച്ചു വരുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ടാണ് ശരിക്കും ഡയബറ്റിക്കിനെ കണക്കാക്കുന്നത് പോലും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എങ്കിൽ ഇതിനെക്കാട്ടിൽ കൂടുതൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ചിലപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഡയബറ്റിക് വന്നിട്ടുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ച് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സൈഡ് എഫക്റ്റുകൾ അതിഭീകരമാണ്. ഇതിനെക്കാട്ടിൽ കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ട് കാരണമായി തീരും. കാരണം അവരുടെ എനർജി അത് ബാധിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നല്ല ക്ഷീണം, ഏത് സമയത്തും ഡയബറ്റിക് ഉള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും. നല്ല ക്ഷീണമായിരിക്കും ആൾക്കാർക്ക് ഉണ്ടാകുക. യാത്ര ചെയ്യുമ്പം അറിയാതെ ഉറങ്ങിപ്പോവുക, ഫാൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി പോവുക, അല്ലെങ്കിൽ അടിക്കടി മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി, ഉറക്കമില്ലായ്മ, അമിതമായിട്ടുള്ള വിശപ്പ്, ദാഹം, ദാമ്പത്യ ജീവിതത്തിൽ നേരിടുന്ന ഇഷ്യൂസ്, ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട് എങ്കിൽ ഇതിനെയൊക്കെ ഏത് രീതിയിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഷുഗർ വരാണ്ട് നോക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ആ ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന കാലത്തെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തെ അപേക്ഷിച്ച് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം പണ്ടുള്ള ആളുകളെ സംബന്ധിച്ച്, നമ്മുടെ മുൻ തലമുറയെ അപേക്ഷിച്ച് ഈ ഒരു ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പണ്ട് എനിക്ക് തോന്നുന്നു വളരെ വിരളമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു അസുഖമായിരുന്നു ഡയബറ്റിക് എന്നുള്ളത്. എന്ന് വെച്ചാൽ പ്രമേഹത്തിന്റെ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്ന വളരെ വിരളമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് അത് എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ പഠനങ്ങൾ പോലും പറയുന്നത് ഒരു 40 അല്ലെങ്കിൽ ഒരു 100 ആളുകളെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 40ഓളം ആളുകൾ ഒന്നെങ്കിൽ ഡയബറ്റിക് പേഷ്യന്റ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മെല്ലെ മെല്ലെ വരുന്ന ഒരു 5-10 വർഷങ്ങൾ കൊണ്ട് ഒരു 100 ആളുകളെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് ഒരു 80% അല്ലെങ്കിൽ 100% ആളുകളും ഡയബറ്റിക്കോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളോ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ പോലും പറയുന്നത്. സോ നമുക്കറിയാം, ഇന്ന് ഡയബറ്റിക് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രമേഹം എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ മറ്റ് യാതൊരു ഓപ്ഷൻസും ഇല്ല. മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഈ മരുന്നുകളുടെ അതിഭീകരമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ നമ്മൾ നേരിടേണ്ടി വരും. ഈ ഒരു സമയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുകയാണ്. ചിലപ്പം പല ആളുകളും ഈ ഒരു പ്രൊഡക്റ്റിനെ കണ്ടിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർബൽ കോഫി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രൊഡക്റ്റ് രാവിലെ ഒരു കോഫി, വൈകിട്ട് ഒരു കോഫി, അങ്ങനെ ഡെയിലി ഒരു 2 കോഫി വീതം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ഹൈ ഷുഗർ ആണെങ്കിലും എത്ര പഴക്കം ചെന്ന ഷുഗർ ആണെങ്കിലും മരുന്നുകളോടൊപ്പം, അഥവാ നമ്മൾ ഏത് മരുന്നാണോ യൂസ് ചെയ്യുന്നത് ആ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. മരുന്ന് നിർത്താനോ അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാനൊന്നും എനിക്ക് യാതൊരു അവകാശവുമില്ല. കാരണം ഞാനൊരു ഡോക്ടറല്ല, അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളോ കാര്യങ്ങളോ ഒന്നുമല്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ മരുന്നുകൾ നിർത്താമെന്നോ പറയാനുള്ള റൈറ്റ്സ് എന്നെ പോലുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. സോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തുന്നത്, നമ്മൾ ഏത് മരുന്നാണോ യൂസ് ചെയ്യുന്നത് ആ മരുന്നിനോടൊപ്പം തന്നെ ഈ ഒരു കോഫി രാവിലെയും വൈകിട്ടും നമുക്ക് ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, രാവിലെ ഒരു കോഫി വൈകിട്ട് ഒരു കോഫി ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് നേരിടുന്ന ഷുഗറിനെ ഒരു പരിധി വരെ ആ ഷുഗർ ലെവലിൽ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ മരുന്നുകളുടെ അളവിനെ മെല്ലെ 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 കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അങ്ങനെ ഗ്രാജുവലി നമ്മുടെ ഷുഗർ ലെവൽ ആരോഗ്യകരമായിട്ട് നമ്മുടെ ശരീരത്തിന് തന്നെ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയാകുന്ന ഒരു സമയം എത്തുന്ന സമയത്ത് നമ്മുടെ ഷുഗർ ലെവൽ കുറയുന്നതിനനുസരിച്ച് നമുക്ക് മരുന്നിന്റെ അളവിനെ കുറയ്ക്കാൻ പറ്റും. ഈ മരുന്നിന്റെ അളവിനെ കുറച്ച് ഗ്രാജുവലി നമുക്ക് മരുന്നുകളെ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹെർബൽ കോഫി ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബോഡി
ഡയബറ്റിക് ഉള്ള ആളുകളെ സംബന്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് സാൽസിറ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ഏകനായകം എന്ന് പറയുന്ന ചെടിയുടെ വേരിൽ നിന്ന് എടുക്കുന്ന ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ആയുർവേദത്തെ അഡ്വാൻസ്ഡ് ആയുർവേദ ബേസ് ചെയ്തിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. ഡയബറ്റിക് മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ശാരീരികമായിട്ട് നേരിടുന്ന പല ഇഷ്യൂസിന് മാറ്റം വന്നുകൊണ്ട് ഒരു ഹെൽത്തി ബോഡി, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന, ഞാൻ പറഞ്ഞു ഒന്ന് ഭയങ്കര ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന ആളുകളുണ്ടാകാം. ഇത്തരത്തിലുള്ള ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ദാമ്പത്യ ജീവിതത്തിൽ നേരിടുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മെല്ലെ നമുക്ക് അതിനെ മാറ്റിക്കൊണ്ട് ഓവർകം ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്നുണ്ടാവും. സോ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.